കാസർകോട് ചീമേനിയിൽ ആരംഭിക്കാനിരിക്കുന്ന മദ്യവിൽപ്പനശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വിപണന കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ സമരരംഗത്തെത്തിയിട്ട് 200-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ജനവാസ മേഖലയിലെ മദ്യവിൽപ്പനശാലയ്ക്ക് വേണ്ടി വൻ ലോബി പ്രവർത്തിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു. ചീമേനിയിലെ നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡിന് സമീപം കയ്യൂർ റോഡിലാണ് മദ്യവിൽപ്പനശാല തുടങ്ങാൻ നീക്കം നടക്കുന്നത്. ചെറുവത്തൂരിൽ പ്രവർത്തിച്ചിരുന്ന കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റാണ് ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. മദ്യവിപണന കേന്ദ്രം നാടിന്റെ സമാധാനവും സ്വൈര്യജീവിതവും തകർക്കും. ചീമേനിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ടൗണുകളിലൊക്കെ മദ്യവിൽപ്പനശാലകളുണ്ടെങ്കിലും ചീമേനി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ടൗണാണ്. ഈ ടൗണിന് ചുറ്റുപാടുമുള്ള പ്രദേശം മുഴുവൻ ഗവൺമെൻറ് ഭൂമിയാണ്. ഇവിടെ പ്ലാന്റേഷൻ തോട്ടങ്ങളും കാടുകളും പിടിച്ചു നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് മദ്യം വാങ്ങിയ ആളുകൾ അത്തരം പ്രദേശങ്ങളിൽ പോയി മദ്യപിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ആ പ്ലാന്റേഷൻ ഭൂമിയിലൂടെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികളായാലും കോളേജ് കുട്ടികളായാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുന്നത്. ഇപ്പം എല്ലാ മദ്യപന്മാരും ആക്രമണകാരികളാണ് എന്ന് നമ്മൾ പറയുന്നില്ല, എങ്കിലും അതിലും ചില ശതമാനം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള ആക്രമണം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക. അതോടൊപ്പം തന്നെ ഈ ബിൽഡിങ്ങിന് തൊട്ട് സമീപത്തെ 5 മീറ്റർ സമീപത്തിൻ്റെ ആയിട്ട് തന്നെ നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും കൃത്യമായ മറുപടി നൽകിയില്ലെന്നാണ് ആരോപണം. നമ്മൾ ഈ സമരം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് തന്നെ എക്സൈസ് കമ്മീഷണർക്കും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും നമ്മളെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ നമുക്ക് കാര്യമായിട്ടുള്ള മറുപടികളൊന്നും ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ 2 ദിവസം മുമ്പേ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് CI ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിൽഡിങ്ങും ഈ റോഡുമായിട്ട് അളക്കുകയും നമ്മൾ മുൻപേ കൊടുത്ത പരാതിയുടെ കാര്യത്തെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് അന്വേഷിച്ചതെന്നുള്ള കൃത്യമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ കൊടുത്ത പരാതി അതിനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിനായിരിക്കും അവർ വന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിരവധി വിദ്യാഭ്യാസ, ആരോഗ്യ, ധനകാര്യ സ്ഥാപനങ്ങളുള്ള ഇവിടെ മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ 192 ദിവസമായിട്ട് അമ്മമാരെയും കുട്ടികളെയും നാട്ടുകാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ സമരം ഇനിയും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ഈ കെട്ടിടത്തിൽ നിന്ന് മാറി ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ട് അറിയുന്നു. അതും ഇതിൻ്റെ 100 മീറ്ററിനപ്പുറത്താണ് ഈ കെട്ടിടം എന്നുള്ളത്. അവിടെയും ഇതിനേക്കാൾ ഭയാനകമാണ്. കാരണം ആ കെട്ടിടത്തിനകത്താണ് SBI ബാങ്ക് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ദന്താശുപത്രി പ്രവർത്തിക്കുന്നതും ആ ബിൽഡിങ്ങിനകത്താണ്. അതുപോലെ തന്നെ ലാബ് പ്രവർത്തിക്കുന്നത് ആ ബിൽഡിങ്ങിനകത്താണ്. മദ്യവിൽപ്പനശാലയ്ക്ക് വേണ്ടിയുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.